സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സയൻസ് ചോദ്യങ്ങളാണ്. ഇനി വരുന്ന പരീക്ഷകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 70 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളാണോ എന്ന് സ്വയം ചെക്ക് ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, വസ്ത്രങ്ങൾക്ക് വെണ്മ നൽകാനുള്ള നീലമായിട്ട് ഉപയോഗിക്കുന്ന അലൂമിനിയത്തിൻ്റെ നീല നിറമുള്ള ധാതു ഏത്? വസ്ത്രങ്ങൾക്ക് വെണ്മ നൽകുവാനുള്ള നീലമായിട്ട് ഉപയോഗിക്കുന്ന അലൂമിനിയത്തിൻ്റെ നീല നിറമുള്ള ധാതു ലാപ്പീസ് ലസൂലിയാണ്. ലാപ്പീസ് ലസൂലി നീല നിറമുള്ള അലൂമിനിയത്തിൻ്റെ നീല നിറമുള്ള ധാതുവാണ് ലാപ്പീസ് ലസൂലി. ഇത് വസ്ത്രങ്ങൾക്ക് വെണ്മ നൽകുവാനുള്ള നീലമായിട്ട് ഉപയോഗിക്കുന്നു. ലാപ്പീസ് ലസൂലി. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നറിയപ്പെടുന്ന കാൽഷ്യം സംയുക്തം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നറിയപ്പെടുന്ന കാൽഷ്യം സംയുക്തം കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ് ആണ്. കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ് ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നറിയപ്പെടുന്ന കാൽഷ്യം സംയുക്തം. കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ്. നൈട്രജൻ വാതകത്തിൻ്റെ ക്രിട്ടിക്കൽ താപനില എത്രയാണ്? നൈട്രജൻ വാതകത്തിൻ്റെ ക്രിട്ടിക്കൽ താപനില 126.2 കെൽവിനാണ്. 126.2 കെൽവിനാണ് നൈട്രജൻ വാതകത്തിൻ്റെ ക്രിട്ടിക്കൽ താപനില. 126.2 കെൽവിൻ. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ള സംസ്ഥാനം. ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്. പുസ്തകം കണ്ണാടിക്ക് മുമ്പിൽ പിടിക്കുമ്പോൾ കണ്ണാടിയിലൂടെ വായിക്കാൻ സാധിക്കാത്തതിന് കാരണം. പുസ്തകം കണ്ണാടിക്ക് മുമ്പിൽ പിടിക്കുമ്പോൾ കണ്ണാടിയിലൂടെ വായിക്കാൻ സാധിക്കാത്തതിന് കാരണം പാർശ്വിക വിപര്യമാണ്. പാർശ്വിക വിപര്യം. വാഷിംഗ് മെഷീൻ്റെ പ്രവർത്തന തത്വം. വാഷിംഗ് മെഷീനിൻ്റെ പ്രവർത്തന തത്വം അപകേന്ദ്ര ബലമാണ്. വാഷിംഗ് മെഷീനിൻ്റെ പ്രവർത്തന തത്വം അപകേന്ദ്ര ബലം. പച്ച ഇല ചുവന്ന ഫിൽട്ടറിലൂടെ നിരീക്ഷിച്ചാൽ കാണുന്ന നിറം. പച്ച ഇല ചുവന്ന ഫിൽട്ടറിലൂടെ നിരീക്ഷിച്ചാൽ കാണുന്ന നിറം കറുപ്പ് നിറമാണ്. പച്ച ഇല ചുവന്ന ഫിൽട്ടറിലൂടെ നിരീക്ഷിച്ചാൽ കറുപ്പ് നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്. ദ്വിതീയ മഴവില്ലിൽ വയലറ്റ് നിറം ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോണളവ് എത്ര? ദ്വിതീയ മഴവില്ലിൽ വയലറ്റ് നിറം ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോണളവ് 53 ഡിഗ്രി മുതൽ 54 ഡിഗ്രി വരെയാണ്. 53 മുതൽ 54 ഡിഗ്രി വരെയാണ് ദ്വിതീയ മഴവില്ലിൽ വയലറ്റ് നിറം. ഏത് നിറമാണ്? വയലറ്റ് നിറം ദൃഷ്ടിരേഖയുമായിട്ടുണ്ടാക്കുന്ന കോണളവ് 53 ഡിഗ്രി മുതൽ 54 ഡിഗ്രി വരെ. വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണം. വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കമ്മ്യൂട്ടേറ്റർ. കമ്മ്യൂട്ടേറ്റർ എന്തിനുപയോഗിക്കുന്നു? വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കമ്മ്യൂട്ടേറ്റർ. ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഗന്ധത്തിന് കാരണമായ വാതകം. ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഗന്ധത്തിന് കാരണമായ വാതകം ക്ലോറിനാണ്. ക്ലോറിൻ. ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഗന്ധത്തിന് കാരണമായ വാതകം ക്ലോറിൻ. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം നൈട്രജൻ. നൈട്രജൻ എന്ത് ചെയ്യുന്നു? ജ്വലനത്തെ നിയന്ത്രിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം എന്താണ്? തീ അണയ്ക്കാൻ സഹായിക്കുന്ന വാതകം ഏത് എന്ന് കമൻറ്റ് ചെയ്യുക. തീ അണയ്ക്കാൻ സഹായിക്കുന്ന വാതകം ഏത് എന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം, ജലത്തിൻ്റെ സവിശേഷ സ്വഭാവങ്ങൾക്കും ഐസിൻ്റെ സാന്ദ്രത ജലത്തിൻ്റെതിനേക്കാൾ കുറഞ്ഞിരിക്കുന്നതിനും കാരണം. ജലത്തിൻ്റെ സവിശേഷ സ്വഭാവങ്ങൾക്കും ഐസിൻ്റെ സാന്ദ്രത ജലത്തിൻ്റെതിനേക്കാൾ കുറഞ്ഞിരിക്കുന്നതിനും കാരണം ഹൈഡ്രജൻ ബന്ധനമാണ്. ഹൈഡ്രജൻ ബന്ധനം.
സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡ് ആണ്. നൈട്രിക് ആസിഡ്. സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡ്. ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം. ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹമാണ് അയോഡിൻ. ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം ഏത്? അയോഡിൻ. പാചകവാതകത്തിലെ പ്രധാന ഘടകം. പാചകവാതകത്തിലെ പ്രധാന ഘടകം ബ്യൂട്ടേൻ ആണ്. ബ്യൂട്ടേൻ. പാചകവാതകത്തിലെ പ്രധാന ഘടകം ഏത്? ബ്യൂട്ടേൻ. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഹൈഡ്രജൻ ആണ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് എന്താണ്? ഹൈഡ്രജൻ. ലോകത്തിലെ ആദ്യ ബഹിരാകാശ നിലയം ഏത്? ലോകത്തിലെ തന്നെ ആദ്യത്തെ ബഹിരാകാശ നിലയം സല്യൂട്ട് 1. സല്യൂട്ട് 1. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം ഏതാണ്? സല്യൂട്ട് 1. ശരീരം വിശ്രമിക്കുന്ന അവസ്ഥയിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന കുറഞ്ഞ അളവിലുള്ള ഊർജം അറിയപ്പെടുന്നത്. ശരീരം വിശ്രമിക്കുന്ന അവസ്ഥയിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന കുറഞ്ഞ അളവിലുള്ള ഊർജം അറിയപ്പെടുന്നത് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്നാണ്. ബേസൽ മെറ്റബോളിക് റേറ്റ്. ശരീരം വിശ്രമിക്കുന്ന അവസ്ഥയിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കുറഞ്ഞ അളവിലുള്ള ഊർജം അറിയപ്പെടുന്നത് ബേസൽ മെറ്റാബോളിക് റേറ്റ്, BMR. ബേസൽ മെറ്റാബോളിക് റേറ്റ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ബേസൽ മെറ്റാബോളിക് റേറ്റ് നിയന്ത്രിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ ആണ്. T4. തൈറോക്സിൻ ആണ് ബേസൽ മെറ്റാബോളിക് റേറ്റ് നിയന്ത്രിക്കുന്ന ഹോർമോൺ. തൈറോക്സിന്റെ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകം. തൈറോക്സിന്റെ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകം അയോഡിൻ ആണ്. അയോഡിൻ. തൈറോക്സിന്റെ ഉൽപാദനത്തിന് അത്യാവശ്യമായ മൂലകം ഏതാണ്? അയോഡിൻ. ഒരു ലോഹപ്പൊടിയുടെയും മറ്റൊരു ലോഹ ഓക്സൈഡിന്റെയും പൈറോടെക്നിക് മിശ്രിതം. ഒരു ലോഹപ്പൊടിയുടെയും മറ്റൊരു ലോഹ ഓക്സൈഡിന്റെയും പൈറോടെക്നിക് മിശ്രിതം തെർമൈറ്റ് ആണ്. തെർമൈറ്റ്. ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യമായതുമായ കാർബണിന്റെ ഐസോട്ടോപ്പ് ഏത്? ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യമായതുമായ കാർബണിന്റെ ഐസോട്ടോപ്പാണ് കാർബൺ 12. കാർബൺ 12. ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യമായതുമായ കാർബണിന്റെ ഐസോട്ടോപ്പാണ് കാർബൺ 12. ഏത് ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ് ഓർഗനൈസൺ എന്ന മൂലകത്തിന് പേര് ലഭിച്ചത്? ഏത് ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ് ഓർഗനൈസൺ എന്ന മൂലകത്തിന് പേര് ലഭിച്ചത്? പ്രൊഫസർ യൂറി ഓർഗനൈസൺ. പ്രൊഫസർ യൂറി ഓർഗനൈസൺ എന്ന ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമായിട്ടാണ് ഓർഗനൈസൺ എന്ന മൂലകത്തിന് ആ പേര് ലഭിച്ചത്. പ്രൊഫസർ യൂറി ഓർഗനൈസൺ. സിങ്ക്, കാഡ്മിയം, മെർക്കുറി തുടങ്ങിയ ലോഹങ്ങൾ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ. സിങ്ക്, കാഡ്മിയം, മെർക്കുറി തുടങ്ങിയ ലോഹങ്ങൾ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് സ്വേദനം. സ്വേദനത്തിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹങ്ങളാണ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി തുടങ്ങിയവ. pH 5 മണ്ണിൽ കൃഷി ചെയ്യുന്ന ഒരു വിള. pH 5 മണ്ണിൽ കൃഷി ചെയ്യുന്ന ഒരു വിളയ്ക്ക് ഉദാഹരണമാണ് ഉരുളക്കിഴങ്ങ്. ടൈലിംഗ് ഓഫ് മെർക്കുറി എന്ന പ്രതിഭാസത്തിന് കാരണമായ പദാർത്ഥം. ടൈലിംഗ് ഓഫ് മെർക്കുറി എന്ന പ്രതിഭാസത്തിന് കാരണമായ പദാർത്ഥമാണ് ഓസോൺ. ഓസോൺ. പിഡ്ജിയൻ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ലോഹം ഏത്? പിഡ്ജിയൻ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം. പിഡ്ജിയൻ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യം. സൾഫറിന്റെ നിർമ്മാണ പ്രക്രിയ. സൾഫറിന്റെ നിർമ്മാണ പ്രക്രിയ ഫ്രാഷ് പ്രക്രിയ. ഫ്രാഷ് പ്രക്രിയ ഏതിൻ്റെയാണ്? സൾഫറിന്റെ നിർമ്മാണ പ്രക്രിയയാണ് ഫ്രാഷ് പ്രക്രിയ. സംക്രമണ മൂലകങ്ങളെ തിരിച്ചറിയുന്ന ടെസ്റ്റ്. സംക്രമണ മൂലകങ്ങളെ തിരിച്ചറിയുന്ന ടെസ്റ്റ് ബൊറാക്സ് ബീഡ് ടെസ്റ്റ്. ബൊറാക്സ് ബീഡ് ടെസ്റ്റ്. സംക്രമണ മൂലകങ്ങളെ തിരിച്ചറിയുന്ന ടെസ്റ്റാണ് ബൊറാക്സ് ബീഡ് ടെസ്റ്റ്. ഓക്സിജന്റെ സംയോജകത 4 പരിമിതപ്പെടുന്നതിന് കാരണം. ഓക്സിജന്റെ സംയോജകത 4 പരിമിതപ്പെടുന്നതിന് കാരണം ഡി ഓർബിറ്റലിന്റെ അസാന്നിധ്യമാണ്. ഡി ഓർബിറ്റലിന്റെ അസാന്നിധ്യം. മനുഷ്യനിർമ്മിത മൂലകങ്ങൾ അറിയപ്പെടുന്നത്. മനുഷ്യനിർമ്മിത മൂലകങ്ങളാണ് ട്രാൻസ്യുറാനിക്സ്. ട്രാൻസ്യുറാനിക്സ് മൂലകങ്ങൾ. മനുഷ്യനിർമ്മിത മൂലകങ്ങൾ
ട്രാൻസ്യുറാനിക് മൂലകങ്ങളാണ് മനുഷ്യനിർമ്മിത മൂലകങ്ങൾ. ആവർത്തന പട്ടികയിലെ 101ാമത്തെ മൂലകമായ മെന്റലേവിയം കണ്ടുപിടിച്ചതും പേര് നൽകിയതും ആര്? ആവർത്തന പട്ടികയിലെ 101ാമത്തെ മൂലകം ഏതാണ്? മെന്റലേവിയമാണ്. മെന്റലേവിയം കണ്ടുപിടിച്ചതും അതിന് പേര് നൽകിയതും ഗ്ലെൻ ടി സീബർഗ് ആണ്. ഗ്ലെൻ ടി സീബർഗ്. മെന്റലേവിയം കണ്ടുപിടിച്ചതും അതിന് പേര് നൽകിയതും ഗ്ലെൻ ടി സീബർഗ്. മൂലകങ്ങളെ വർഗീകരിച്ച് സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി താരതമ്യം ചെയ്ത ശാസ്ത്രജ്ഞനാര്? മൂലകങ്ങളെ വർഗീകരിച്ച് സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായിട്ട് താരതമ്യം ചെയ്തത് ജോൺ ന്യൂലാൻഡ്സ് ആണ്. ജോൺ ന്യൂലാൻഡ്സ്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള അകലം 3.84 ലക്ഷം കിലോമീറ്റർ ആണ്. 3.84 ലക്ഷം കിലോമീറ്റർ. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള അകലം. അടുത്ത ചോദ്യം, ജലോപരിതലത്തിലേക്ക് നോക്കുന്ന ഒരാൾക്ക് അക്വേറിയത്തിന്റെ അടിത്തട്ട് ജലോപരിതലത്തിൽ കാണപ്പെടാൻ കാരണമായ പ്രതിഭാസം. ജലോപരിതലത്തിലേക്ക് നോക്കുന്ന ഒരാൾക്ക് അക്വേറിയത്തിന്റെ അടിത്തട്ട് ജലോപരിതലത്തിൽ കാണപ്പെടാൻ കാരണമായ പ്രതിഭാസമാണ് പൂർണ്ണാന്തര പ്രതിഫലനം. പൂർണ്ണാന്തര പ്രതിഫലനം. വളരെ കുറഞ്ഞ താപനിലയിൽ ചില ലോഹങ്ങളും സംയുക്തങ്ങളും പ്രകടിപ്പിക്കുന്ന വൈദ്യുത പ്രതിരോധം തീരെയില്ലാത്ത അവസ്ഥ. വളരെ കുറഞ്ഞ താപനിലയിൽ ചില ലോഹങ്ങളും സംയുക്തങ്ങളും പ്രകടിപ്പിക്കുന്ന വൈദ്യുത പ്രതിരോധം തീരെയില്ലാത്ത അവസ്ഥയാണ് അതിചാലകത, സൂപ്പർ കണ്ടക്ടിവിറ്റി. അതിചാലകത. ഡോർ ലെൻസ് ആയി ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? ഡോർ ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ്. ഡോർ ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. ശബ്ദത്തിന്റെ ഏകദേശ ആവൃത്തി കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ശബ്ദത്തിന്റെ ഏകദേശ ആവൃത്തി കണ്ടെത്താൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഓഡിയോ ഫ്രീക്വൻസി കൗണ്ടർ. ഓഡിയോ ഫ്രീക്വൻസി കൗണ്ടർ. ശബ്ദത്തിന്റെ ഏകദേശ ആവൃത്തി കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഓഡിയോ ഫ്രീക്വൻസി കൗണ്ടർ. തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവ്. തുലന സ്ഥാനത്ത് നിന്നും ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവാണ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ്. സ്ക്രീനിൽ പതിപ്പിക്കുവാൻ കഴിയാത്തതും എന്നാൽ നമുക്ക് കാണാൻ മാത്രം കഴിയുന്നതുമായ പ്രതിബിംബങ്ങൾ അറിയപ്പെടുന്നത്. സ്ക്രീനിൽ പതിപ്പിക്കുവാൻ കഴിയാത്തതും എന്നാൽ നമുക്ക് കാണാൻ മാത്രം കഴിയുന്നതുമായ പ്രതിബിംബങ്ങളാണ് മിഥ്യാപ്രതിബിംബങ്ങൾ. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഹൂക്സ് നിയമമാണ്. ഹൂക്സ് നിയമം. മർദ്ദം ഉപയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്ന് പ്രസ്താവിക്കുന്ന നിയമം. മർദ്ദം ഉപയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കുവാൻ സാധിക്കില്ല എന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏതാണ്? പാസ്കൽ നിയമമാണ്. പാസ്കൽ നിയമം. മാസ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ബാലൻസ് ആണ്. കോമൺ ബാലൻസ്. സാധാരണ തുലാസാണ് മാസ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. ഏറ്റവും കൂടുതൽ പാലായന പ്രവേഗമുള്ള ഗ്രഹം ഏത്? ഏറ്റവും കൂടുതൽ പാലായന പ്രവേഗമുള്ള ഗ്രഹം വ്യാഴമാണ്. പ്രതല ബലത്തിന് കാരണം ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ ഏതുതരം ആകർഷണ ബലമാണ്? പ്രതല ബലത്തിന് കാരണം ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ ഏത് തരം ആകർഷണ ബലമാണ്? കൊഹിഷൻ ആണ്. കൊഹിഷൻ. വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് പോയിസ്യൂൾ ആണ്. പോയിസ്യൂൾ. വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് പോയിസ്യൂൾ. ചാലകത അളക്കുന്ന ഏകകം സീമെൻസ് ആണ്. സീമെൻസ്. ചാലകത അളക്കുന്ന ഏകകം സീമെൻസ്. സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രക്രിയ ഏത്? സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രക്രിയ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ. അയോഡിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. അയോഡിന്റെ കുറവ് മൂലമുണ്ടാകുന്നു ഗോയിറ്റർ.
ശരീരത്തിൽ തൈറോക്സിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന രോഗം. തൈറോക്സിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്നു ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? ഹൈപ്പർ തൈറോയിഡിസം ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് അയോഡിൻ 131. അയോഡിൻ 131. തൈറോയ്ഡ് ഗ്രന്ഥി ആവശ്യത്തിന് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥ. തൈറോയ്ഡ് ഗ്രന്ഥി ആവശ്യത്തിന് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പോതൈറോയിഡിസത്തിന്റെ പ്രധാന കാരണം ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണ്. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണ് ഹൈപ്പോതൈറോയിഡിസത്തിന്റെ പ്രധാന കാരണം. രോഗപ്രതിരോധ കോശങ്ങൾ തൈറോയ്ഡ് കോശങ്ങളെ നശിപ്പിക്കുകയും തൽഫലമായി തൈറോയ്ഡ് ഹോർമോൺ ഉൽപാദനം കുറയ്ക്കുകയും ചെയ്യുന്ന വിട്ടുമാറാത്ത ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ് ഹാഷിമോട്ടോസ് തൈറോയിഡിറ്റിസ്. ഹാഷിമോട്ടോസ് തൈറോയിഡിറ്റിസ്. രോഗപ്രതിരോധ കോശങ്ങൾ തൈറോയ്ഡ് കോശങ്ങളെ നശിപ്പിക്കുകയും തൽഫലമായി തൈറോയ്ഡ് ഹോർമോൺ ഉൽപാദനം കുറയ്ക്കുകയും ചെയ്യുന്ന വിട്ടുമാറാത്ത ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ് ഹാഷിമോട്ടോസ് തൈറോയിഡിറ്റിസ്. തൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന നീർക്കെട്ടാണ് തൈറോയിഡൈറ്റിസ്. തൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന നീർക്കെട്ട് തൈറോയിഡൈറ്റിസ്. തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം. കുട്ടികളിൽ ഉണ്ടാകുന്നത് ക്രെട്ടിനിസമാണ്. ക്രെട്ടിനിസം. തൈറോക്സിന്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ. ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. ഗ്രേവ്സ് ഡിസീസ്. എക്സോതാൽമിക് ഗോയിറ്റർ. എക്സോതാൽമിക് ഗോയിറ്റർ. ഗ്രേവ്സ് ഡിസീസ്. തൈറോക്സിൻ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മൂലം കണ്ണുകൾ പുറത്തേക്ക് തള്ളിയതായി കാണപ്പെടുന്ന അവസ്ഥയാണ് എക്സോതാൽമിക് ഗോയിറ്റർ. രക്തത്തിൽ സാധാരണ കാൽഷ്യത്തിന്റെ അളവ് എത്ര? രക്തത്തിൽ സാധാരണ കാൽഷ്യത്തിന്റെ അളവ് 9 to 11 mg/dl ആണ്. 9 to 11 mg/dl. കഴുത്തിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അരിമണിയുടെ വലിപ്പമുള്ള 4 ചെറിയ ഗ്രന്ഥികൾ പാരാതൈറോയ്ഡ് ഗ്രന്ഥികൾ. കഴുത്തിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അരിമണിയുടെ വലിപ്പമുള്ള 4 ചെറിയ ഗ്രന്ഥികളാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥികൾ. പാരാതൈറോയ്ഡ് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പാരാതോർമോൺ. PTH. പാരാതോർമോൺ. ശരീരത്തിൽ കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ പാരാതോർമോൺ ആണ്. രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് കാൽസിട്ടോണിൻ, പാരാതോർമോൺ എന്നിവയാണ്. കാൽസിട്ടോണിൻ, പാരാതോർമോൺ. ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? കാൽസിട്ടോണിൻ ആണ്. ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കൂടിയാൽ അത് എല്ലുകളിലും പല്ലുകളിലും സംഭരിക്കുവാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത്? കാൽസിട്ടോണിൻ ആണ്. ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂടിയാൽ അത് എല്ലുകളിലും പല്ലുകളിലും സംഭരിക്കാനായിട്ട് സഹായിക്കുന്ന ഹോർമോൺ കാൽസിട്ടോണിൻ. എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത്? ബലം നൽകാൻ സഹായിക്കുന്നു കാൽസിട്ടോണിൻ. രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത്? കാൽസിട്ടോണിൻ. രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത്? പാരാതോർമോൺ. പാരാതോർമോണിന്റെ കുറവ് മൂലം പേശികളെ ബാധിക്കുന്ന രോഗമാണ് ടെറ്റനി. അവസാനത്തെ ചോദ്യം, കത്താൻ സഹായിക്കുന്ന വാതകം ഏത്? കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകമാണ് നൈട്രജൻ. തീ കെടുത്താൻ ഉപയോഗിക്കുന്ന വാതകം ഏത് എന്ന് കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.